ഒരു രാഷ്ട്രീയത്തിന് അടിമപ്പെട്ട് ഒരു ധിക്കാരപരമായ സമീപനം എടുക്കുന്ന ഒരു 3-4 കാഴ്ചകൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയുടെ ഹൃദയഭാഗങ്ങളിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ കഴിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെ പറ്റിയും സംസാരിക്കുന്ന ആളുകൾ തന്നെ ഇത് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്നായ എന്ത് ചെയ്യാൻ പറ്റും പിള്ളേ? ഹോട്ടലാണ് അവരെ സ്റ്റേജ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ഗുണ്ടായിസ ഭരണമാണ്. ഇന്ത്യയിൽ ഒരുവിധ എതിർ ശബ്ദങ്ങൾ ഉയർത്താൻ വേണ്ടി കഴിയില്ലല്ലോ. വീട്ടിൽ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കേണ്ടി ഇപ്പൊ കണ്ണാടിയുടെ മുമ്പിൽ ശ്രീനിവാസൻ നിന്ന് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ വേണ്ടി രോഷം പ്രകടിപ്പിക്കുന്നത് പോലെ നിന്നാൽ നമുക്ക് വഴി നടക്കാനുള്ള അവകാശവും നമുക്ക് സംസാരിക്കാനുള്ള അവകാശവും നമുക്ക് ഹർജി കൊടുക്കാനുള്ള അവകാശവും ഒക്കെ ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പൊ എനിക്ക് മുമ്പുള്ള തലമുറ പൊരുതി നേടിയ അവകാശങ്ങൾ തന്നെയാണ് അത് റോഡിറങ്ങി സമരം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സമരങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില പ്രയാസങ്ങൾ ജനങ്ങൾക്കുണ്ടാകും. ഇവിടെ ഈ സമരങ്ങളിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എന്താ? ജനങ്ങളുടെ വിഷയങ്ങളല്ലേ. ഇതെല്ലാം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണ്, ജനങ്ങളെ പ്രയാസപ്പെടുത്താനാണ്, മനുഷ്യനെ വഴി നടക്കാൻ അനുവദിക്കാതിരിക്കാനാണ് എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജി പോലും നിസ്സഹകരണ സമരവും നിയമലംഘന സമരവും ഉൾപ്പെടെ നടത്തിയിട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ അത്തരം സ്വാതന്ത്ര്യത്തെ വിനിയോഗിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന നമ്മൾ ഇനി സമരങ്ങളെ പാടില്ല, നിങ്ങൾ ആരും വാ തുറക്കാൻ വേണ്ടി പാടില്ല, നിങ്ങൾ വീട്ടിൽ പോയിരുന്നു നിങ്ങളെ പ്രതിഷേധം രേഖപ്പെടുത്തിയാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്നും യോജിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പൊ അരാഷ്ട്രീയവാദ വർത്തമാനം നമ്മുടെ സമൂഹത്തിലാകെ കൊണ്ടുവന്നുകൊണ്ട് സമരങ്ങൾ ജനങ്ങൾക്കെതിരാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നിലപാട് ജനാധിപത്യ വിരുദ്ധമാണെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പരമായിട്ട് ഇതൊരു അരാഷ്ട്രീയതയല്ല താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ അല്ലെങ്കിൽ താങ്കൾ സന്ദേഹം പ്രകടിപ്പിച്ചതുപോലെ. ഇതൊരു അരാഷ്ട്രീയതയുടെ വിഷയമല്ല, ഇത് അടിസ്ഥാനപരമായിട്ടൊരു നിയമവിരുദ്ധതയുടെ വിഷയമാണ്. 2010 ഖാലിദ് മുണ്ടിപ്പള്ളിൽ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഉയർത്തിപ്പിടിക്കുവാനുള്ള ഉത്തരവാദിത്വം കേരള പോലീസിനുണ്ട്. അനുമതിയില്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയൊരു സമ്മേളനം കെട്ടിപ്പൊക്കുകയാണെങ്കിൽ അത് പൊതുസ്ഥലത്ത് നിന്ന് റിമൂവ് ചെയ്യുവാനുള്ള നിയമപരമായിട്ടുള്ള ബാധ്യതയുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ജൂറിസ്ഡിക്ഷണൽ പോലീസ് സൂപ്രണ്ട്, സർക്കിൾ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ SHO ഇവരിലെല്ലാം നിക്ഷിപ്തമായിരിക്കുന്ന ആ ഒരു ഉത്തരവാദിത്വം ഇവിടെ തകർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം നയിച്ചിട്ടുണ്ടാകാം, പക്ഷേ അത് സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിലായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ളവരെ എല്ലാം ബന്ധിതമാക്കുന്ന ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ആ ഭരണഘടന തന്നിരിക്കുന്ന അവകാശങ്ങളാണ് നമ്മുടെ അവകാശങ്ങളുടെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത്. 2010 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒബ്ജക്റ്റ് ചെയ്യുവാൻ കഴിയാത്ത വളരെ സുവ്യക്തമായ വ്യാഖ്യാനത്തോടു കൂടിയിട്ടുള്ള ഉത്തരവാണ്. ആ ഉത്തരവിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകുകയും സുപ്രീം കോടതിയും അതിനെ നിരാകരിക്കുകയും ചെയ്തതാണ്. എന്ന് മാത്രമല്ല, പൊതുജനങ്ങൾക്ക് വേണ്ടി പാസാക്കിയ ഒരു ഉത്തരവ്, പൊതുജന സംരക്ഷണം, ഇങ്ങനെയുള്ള പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ നേരെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വന്ന് അവർക്ക് ആക്സിഡന്റ് പറ്റിയാൽ ഉണ്ടാകുന്ന അപകടം ഉൾപ്പെടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടി പാസാക്കിയ ആ ഒരു ഉത്തരവിനെ മറികടക്കുവാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമം കൊണ്ടുവരികയും ആ നിയമം അസാധുവാക്കി കോടതിയുടെ ഉത്തരവ് വരികയും ചെയ്തതാണ്. അതിനുശേഷവും കോടതി ഉത്തരവ് നടപ്പാക്കുക എന്ന് പറയുന്നത് അത് ഒരു നിയമപരമായിട്ടുള്ള ഒരു നെസസിറ്റിയാണ്. ആ അനിവാര്യതയിൽ നിന്ന് ഒഴിവാകാൻ ഒരു രാഷ്ട്രീയ അധികാരികൾക്കോ ഒരു പോലീസ് അധികാരിക്കോ കഴിയുന്നതല്ല. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമുക്കിവിടെ ഒരു ഭരണഘടനാ വ്യവസ്ഥയുണ്ട്. ബഹുമാനപ്പെട്ട കോടതിയുടെ 2010 ഉത്തരവിൽ പറയുന്നത് പോലെ ഭരണഘടനയുടെ 19ാം വകുപ്പ് പ്രകാരമാണ് നമുക്ക് ചില പ്രത്യേക അവകാശങ്ങൾ, നമുക്കെന്ന് പറയുമ്പോൾ പൗരന്മാർക്ക് മാത്രമുള്ള ചില പ്രത്യേക അവകാശങ്ങൾ തന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് 19(1)(b) പ്രകാരമാണ് അസംബിൾ പീസബിളി വിത്തൗട്ട് ആംസ്, അതായത് ആയുധമില്ലാതെ സമാധാനപൂർവം സമ്മേളിക്കുവാനുള്ള അധികാരം തരുന്നുണ്ട്. അപ്പൊ സമാധാനത്തോടുകൂടി സമ്മേളിക്കുക എന്ന് പറയുമ്പോൾ കോടതി ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് സമ്മേളിക്കുക എന്നുള്ളതല്ല. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത് പ്രതിഷേധമോ സമരമോ അല്ല, പൊതുസ്ഥലത്ത് ഇതുപോലെ സമ്മേളനങ്ങൾ നടത്തുന്നതിനെയാണ്. അത്തരത്തിലുള്ള സമ്മേളനത്തിനെ തന്നെയാണ് ഈ 19(b) എന്ന് പറയുന്ന ഉപവകുപ്പിലൂടെ ഭരണഘടന അഷ്വർ ചെയ്യുന്നത്. അപ്പോ അസംബിൾ പീസബിളി എന്ന് പറയുമ്പോൾ ആ സമാധാനപൂർവമായിട്ടുള്ളത് കൊണ്ടുപോകാൻ കഴിയുന്നത് നിയമം അനുവദിക്കുന്നത് വരെ മാത്രമാണ് എന്ന് മാത്രമല്ല, 19(b) പ്രകാരമുള്ള ആ അവകാശം വിനിയോഗിക്കേണ്ടത് 19(d) പ്രകാരം എല്ലാവർക്കും ഇന്ത്യയിലുടനീളം അതിർത്തിയിൽ വരെ സഞ്ചരിക്കുവാനുള്ള അവകാശം 19(d) പ്രകാരം തരുന്നുണ്ട്. ആ ഡിയെ ലംഘിച്ചുകൊണ്ട്
ഒരു സംഘടനയ്ക്കോ ഒരു കൂട്ടം ജനങ്ങൾക്കോ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുവാൻ കഴിയില്ല. നിങ്ങൾക്ക് വലത് കൈയെ മാനിക്കണമെന്നുണ്ടെങ്കിൽ ആ ഇടത് കൈയെയും മാനിച്ചെങ്കിൽ മാത്രമേ ആ നമ്മുടെ ഒരു സാമാജിക വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു നിയമവ്യവസ്ഥ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഒരു തരത്തിലും നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി നിയമം ലംഘിക്കാൻ പറഞ്ഞു എന്നതുകൊണ്ട് ഇതിനെല്ലാം ആധാരമായിട്ടുള്ള ഭരണഘടനയാൽ ബന്ധിതമാക്കപ്പെടുന്ന സർക്കാർ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ, കോടതിയുടെ നിർദ്ദേശങ്ങൾ ഫോളോ ചെയ്യേണ്ടത്, അതിനെ ഒന്നും നമുക്ക് കാറ്റിൽ പറത്തുവാൻ കഴിയില്ല എന്ന് മാത്രമല്ല, വർഷങ്ങളായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിലിരിക്കുന്നു. ഇത്തരത്തിലൊരു സ്ഥലം ഇതുവരെ എന്തുകൊണ്ട് അനുവദിച്ചില്ല? ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം, അങ്ങനെയുള്ള ഒരു അനുവാദവും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എവിടെയൊക്കെ ഇത് നടത്താൻ കഴിയും. സ്റ്റേഡിയത്തിൽ, പബ്ലിക് ഗ്രൗണ്ടുകളിൽ, ഔട്ട്സൈഡ് റോഡ് മാർഗത്തിന് പുറത്തുള്ള സ്ഥലമുണ്ടെങ്കിൽ അവിടെ എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗ്രൗണ്ടുകളിൽ ഇവിടെയൊക്കെ നടത്താൻ കഴിയുമെന്നിരിക്കെ ഇതൊന്നും മാനിക്കാതെ പൊതുസ്ഥലത്ത് ഇത് വ്യക്തമായിട്ട് കണ്ടംപ്റ്റ് നടപടികൾക്ക് ചീഫ് സെക്രട്ടറിയെ ഉൾപ്പെടെ സമ്മൺ ചെയ്യുവാൻ, അദ്ദേഹം അതിനകത്ത് പാർട്ടി ആയിരുന്നല്ലോ, അഡീഷണൽ തേർഡ് റെസ്പോണ്ടന്റ് ആയിരുന്നു, സമ്മൺ ചെയ്യുവാൻ വഴിയൊരുക്കേണ്ടതായിട്ടുള്ള ഒരു ലംഘനമാണ് നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഭരണഘടനാ തത്വങ്ങളും നിയമവും കോടതിയും ഒക്കെ മാനിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും. പക്ഷേ ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തേണ്ട സന്ദർഭങ്ങളിൽ തീർച്ചയായിട്ടും ഉയർത്തുക തന്നെ ചെയ്യും. എല്ലാവരും എല്ലാ സന്ദർഭങ്ങളിലും ഭരിക്കുന്ന ഭരണകൂടം ഭരണഘടന അനുസരിച്ചിട്ടാണോ കാര്യങ്ങൾ ചെയ്യുന്നത്? അപ്പൊ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന സന്ദർഭങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കേണ്ടതായിട്ട് വരും. അത് ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഏതാനും ചില ആളുകൾക്ക് പ്രയാസമുണ്ടായി അങ്ങ് പറയുന്നത് പോലെ ഇതൊന്നും വേണ്ട എന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് എന്നുകൂടി അങ്ങ് മനസ്സിലാക്കണമെന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. പക്ഷെ ഇവിടെ ഈ സമ്മേളനത്തിന് അനുമതി നൽകിയ ഉദ്യോഗസ്ഥർ കണ്ടംപ്റ്റ് പ്രൊസീഡിങ്സിന് വിധേയരാകുമ്പോഴാണ് ജോലിയും തെറിക്കും, ജയിലിലും കിടക്കും. പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധി വീണ്ടും പറയുകയുണ്ടായി പ്രതിഷേധ സമരത്തിനെ അടിച്ചമർത്തുവാൻ കഴിയില്ല എന്നുള്ളത്. അതപ്പം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിനെ പോലെ ഭരണഘടനയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു വ്യക്തി പൊതുബോധത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നെന്ന്. ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ശ്രീ പ്രശാന്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഹോൾഡിംഗ് മീറ്റിംഗ്സ് ഓൺ പബ്ലിക് റോഡ്സ് ആൻഡ് റോഡ് മാർജിൻസ്. അപ്പൊ ഇത് സമ്മേളനങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ ഉത്തരവ്. പ്രതിഷേധം നടത്താം, പ്രതിഷേധം എപ്പോഴും നടത്താം, പ്രതിഷേധങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് അറിയാതെ പറഞ്ഞു പോയത് എപ്പോഴും ഭരണഘടന അനുസരിച്ച് ഭരിക്കാൻ കഴിയുമോ എന്നൊരു പരാമർശം സത്യപ്രതിജ്ഞ ഭരണഘടനയിൽ ചെയ്ത് ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് നിലനിൽക്കുന്ന അങ്ങയുടെ മുഖതാവിൽ നിന്നുണ്ടായി ദൗർഭാഗ്യകരമാണ്. ശരി, അങ്ങനെ പറയണ്ടേ എപ്പോഴും ഭരണഘടന അനുസരിച്ച് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്. ശക്തമായിട്ടുള്ള നിയമങ്ങൾ വേണം. ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കോടതി ഉത്തരവുകൾ ഉയർത്തിപ്പിടിക്കേണ്ടത്, അപ്പീലിന് പോയി സുപ്രീം കോടതി വരെയും ഇടപെടാൻ വിസമ്മതിച്ച് അതുവഴി ഉയർത്തിപ്പിടിച്ച ഒരു വലിയ നിയമവിഷയമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഈ കോടതിയുടെ ഉത്തരവ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഭരണഘടനാപരമായിട്ട് അധികാരത്തിലേറിയ സർക്കാരിന്റെ ഉത്തരവ്. നമ്മുടെ നീതിന്യായ പീഠത്തിൽ ഇരുന്നു കൊണ്ട് ഏതാനും ചില ശുഭന്മാർ പറയുന്നത് മറ്റൊന്നുമല്ല. യഥാർത്ഥത്തിൽ പറയുന്നത് അവർ തന്നെ നിയമം നിർമ്മിക്കുന്നു, അവർ തന്നെ ഉത്തരവുകൾ ഇറക്കുന്നു. ഇനി എന്തിന് ആ ചില്ലുമേടയിൽ ഇരുന്ന് ആ ജഡ്ജിമാർ വിധി പറയുന്നു? ആത്മാഭിമാനമുള്ളവരാണെങ്കിൽ ജഡ്ജിമാരുടെ സ്ഥാനത്ത് നിന്ന് അവർ രാജിവെച്ചൊഴിയണം. അദ്ദേഹം ശുംഭന്മാർ എന്ന് പറഞ്ഞത് ന്യായാധിപന്മാരെ വിഡ്ഢികൾ ആക്കുക അല്ലെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടിയിൽ ശിക്ഷിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അപ്പീൽ ജസ്റ്റിസ് വിക്രംജിത്ത് സെന്നിന്റെ കോടതിയിൽ വരികയുണ്ടായി. അന്നേരം അദ്ദേഹം ഒപ്പിട്ട് നൽകിയ അദ്ദേഹത്തിന്റെ വക്കാലത്ത് വഴി അദ്ദേഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പറഞ്ഞത് അദ്ദേഹം ഉദ്ദേശിച്ചത് പ്രകാശം പരത്തുന്നവരാണ് ന്യായാധിപർ എന്നാണ്. അപ്പൊ ശുംഭന്മാർ സുപ്രീം കോടതിയെ പോലൊരു വലിയ നിയമപരമായിട്ടുള്ള ശക്തികളുള്ള ഒരു സ്ഥാപനത്തിന്റെ മുൻപിൽ ചെന്നപ്പോൾ അന്നവിടെ പറഞ്ഞത് പ്രകാശം പരത്തുന്ന ജഡ്ജിമാർ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളതാണ്. അപ്പം അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വ്യാഖ്യാനം. അപ്പൊ ആ വെളിച്ചത്തിൽ നാം അതിനെ കണ്ടാൽ മതി.